ഏറ്റുമാനൂർ പടിഞ്ഞാറേനട കുടിവെള്ള ഉപഭോക്തൃ സമിതിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ഏറ്റുമാനൂർ നഗരസഭയിലെ 33-34 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 2020 ജലവിതരണം ആരംഭിച്ചാണ് പടിഞ്ഞാറേനട കുടിവെള്ള ഉപഭോക്തൃ സമിതി രൂപം നൽകിയത്. 227 ഗുണഭോക്താക്കളാണ് പടിഞ്ഞാറേനട കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ഇപ്പോഴും ഈ അംഗങ്ങൾക്ക് മുടക്കം കൂടാതെ ജലവിതരണം ഉറപ്പുവരുത്തുന്നു. ഏറ്റുമാനൂർ പടിഞ്ഞാറേനട NSS കരയോഗം ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി ജി നടരാജൻ സ്വാഗതം പറഞ്ഞു. നമ്മുടെ 237 പരം കുടുംബങ്ങൾ വെള്ളം നമുക്ക് ആഴ്ചയിൽ 4 ദിവസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടേതായ ഭൂമിശാസ്ത്രപരമായ രീതിയിൽ നമ്മളുടെ പൈപ്പുകൾ നിരന്തരമായി കേടുവരുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പദ്ധതി നിലനിൽക്കുന്നത്. കാരണം വളരെ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നമ്മുടെ ടാങ്ക് നമുക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് നമ്മളവിടെ സ്ഥാപിച്ചു. അതിനുശേഷം താഴത്തേക്ക് നല്ല ഹൈ പ്രഷറിൽ വെള്ളം വരുമ്പോൾ പല സ്ഥലത്തുള്ള എയർവാനുകളും പൈപ്പിൻ്റെ ജോയിൻറ്റുകളും എല്ലാം പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ഊരിപ്പോരുന്ന ഒരു സാഹചര്യം നമ്മുടെ പദ്ധതികളിൽ മാത്രമായിട്ടുള്ള നമ്മുടെ പോലെ ഉയർന്ന മേഖലയിൽ നിന്ന് വെള്ളം പമ്പുചെയ്യുന്ന പദ്ധതികൾക്ക്. പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് യഥാസമയം പരിഹരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് KNK മേനോൻ ഉപക്രമവും സെക്രട്ടറി ജി നടരാജൻ വാർഷിക റിപ്പോർട്ടും ഗജാൻജി K ജയകുമാർ കണക്കും അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർമാരായ ഉഷ സുരേഷ്, രശ്മി ശ്യാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുറച്ച് സാമ്പത്തികമായിട്ടും ഉയർച്ചയിലുള്ള ഒരു വാർഡാണ്. അവിടെ എന്താവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വീട്ടുകാരും പറയുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് വെള്ളം വേണം, വെള്ളം വേണം. ഇത് 2015 കാര്യമാണ് ഞാൻ പറയുന്നത്. 2015 നമ്മൾ വോട്ട് ചോദിച്ച് പോകുമ്പോൾ നമ്മൾ വോട്ട് ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടുകാർ പറയുന്നത് നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളത് ഓരോ ഇത് ശേഖരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെള്ളം. അപ്പോൾ നമ്മുടെ വാർഡിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വെള്ളമാണ്. അല്ലാതെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സാധാരണ എല്ലാ വർഷങ്ങളിലും കൊടുക്കുന്ന പോലെ മുട്ടപ്പോഴിയോ അല്ലെങ്കിൽ വിത്തെത്തിക്കുകയോ വളമെത്തിക്കുകയോ ഒന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, വെളിച്ചം, വെള്ളം. തുടർന്ന് പൊതു ചർച്ച നടന്നു. വൈസ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി KR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. ഉഷ സുരേഷ് വരണാധികാരിയായിരുന്നു. ഭാരവാഹികളായി പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ നടുത്തേട്ട്, സെക്രട്ടറിയായി ജി നടരാജൻ വിനായക നിവാസ്, ഗജാൻജി ജയകുമാർ ജയഭവൻ, രക്ഷാധികാരിയായി KNK മേനോൻ ഗിരിസദനം, കമ്മിറ്റി അംഗങ്ങളായി മനോജ് കുമാർ കൊച്ചറയ്ക്കൽ, ഉണ്ണികൃഷ്ണൻ കൊച്ചറയ്ക്കൽ, സുരേഷ് അറയ്ക്കൽ ശിവകീർത്തി, മാത്യു ജോസഫ് കിഴക്കേപ്പുറത്ത്, വേണുഗോപാൽ വൃന്ദാവൻ, രമേശ് കുന്നുംപുറത്ത്, രാജശേഖരൻ പാർവതി നിവാസ്, അബ്ദുൽ സമദ് പഴമയിൽ, സുബ്രഹ്മണ്യൻ കുന്നേപ്പറമ്പ്, ശ്യാംകൃഷ്ണൻ പുത്തൻപറമ്പ്, മനോജ് കുമാർ കൊച്ചറയ്ക്കൽ, സുഷമാദേവി ഉഷസ്, ജയശ്രീ കല്ലുകുന്നേൽ, സിന്ധു പ്രസാദ് മാടപ്പള്ളി എന്നിവരെ തിരഞ്ഞെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.